എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ പൂവസന്തം പൊന്നുപൂശും പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമൊന്നിൽ നിനക്കു മൂടാൻ പുതപ്പു നെയ്യാം നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ നിൻ മനസ്സിൻ താളിനുള്ളിൽ മയിൽക്കുരുന്നിൻ പീലിയാകാം നീ വിതുമ്പും നോവിലെല്ലാം കുളിർനിലാവായി ഞാൻ തലോടാം നിന്റെ പൂവലിമ നനയുകിൽ നിന്റെ കുഞ്ഞു മനമൊരുകുകിൽ നിന്റെ പൂവലിമ നനയുകിൽ നിന്റെ കുഞ്ഞു മനമൊരുകുകിൽ ആറ്റാനും മാറ്റാനും ഞാനില്ലേ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ നൈസ് നൈസ് നൈസ്. വെരി ഗുഡ്. ഗൗരി ചേച്ചി ചോദിക്കാം. ചോദിക്കാം. ഗൗരി സർ നല്ല സോങ് ആണ് കേട്ടോ. രാജാ സാറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ്. മോള് നന്നായിട്ട് പാടി കേട്ടോ. രസമുണ്ടായിരുന്നു. ജലദോഷം വല്ലതും ഉണ്ടോ? മൂക്കടഞ്ഞായിരുന്നു. അത് അതിന്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യം പിന്നെ ഓ എന്ന് തുടങ്ങിയില്ലേ, അതൊന്ന് പാടാവോ? ഓ ആ നോട്ട്.
നെക്സ്റ്റ്. ഓ കറക്റ്റഡ്. ഓ ആ അങ്ങനെ വന്നാലും നന്നായിരിക്കും. ലാസ്റ്റിലൊരു ഓ അതൊന്ന് പഠിക്കും. മപദ സനി ദപമഗരി സനി. അത് അത് അറിയരുത്. അതായത് ഇപ്പൊ ഈ സ്വരം പാടുന്ന മപദ സനി ദപമഗരി സനി അറിയാതെ അതിലൂടെ ഓടിപ്പോണം, അതിലൂടെ കയറി ഇറങ്ങി പോവാം കേട്ടോ. ഓക്കെ സർ. ആരാ സെലക്ട് ചെയ്തത്? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ്. സോങ് അങ്ങനെ. അതുകൊണ്ട് അങ്ങ് സെലക്ട് ചെയ്തു. ഓക്കെ, എന്തായാലും ടോട്ടലി നന്നായിരുന്നു. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക. ഹായ് ഗൗരി, ഹായ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഫാസിൽ സാറിന്റെ ഒരു ഉഗ്രൻ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ, ഒരു ഉഗ്രൻ സിനിമ. വേറെ ഒന്നും പറയാനില്ല. എപ്പം കണ്ടു കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഹാർട്ട് ഇങ്ങനെ. ഇതിൽ വേറെ 1-2 ഹിറ്റ് സോങ്സ് കൂടെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഓലത്തുമ്പത്ത്. അതുപോലെ തന്നെ മഞ്ഞു പെയ്യും രാവിലെ എന്ന് പറഞ്ഞൊരു പാട്ടും കൂടെ ഉണ്ട്. അത് ഭയങ്കര പെപ്പി ഹാപ്പി സോങ് ആണ്. ഭയങ്കര രസമാണ് അതിന്റെ പിക്ചറൈസേഷൻ. കാക്കാപ്പൂച്ച അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഒരു ആൽബം. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ. അതുകൊണ്ട് ഉഗ്രൻ സോങ് സെലക്ഷൻ മോളെ, വെരി ഗുഡ് സോങ് സെലക്ഷൻ. പിന്നെ ഞാൻ ഇതിന്റെ വരികൾ ഇങ്ങനെ നോക്കിയായിരുന്നു. ഇപ്പൊ ബിച്ചു സാറിന്റെ നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ എന്തൊരു ലൈനാണത്. അവന്റെ അമ്മോ, ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ. ആ ലൈൻ മാത്രം മതി ആ ഒരു സിറ്റുവേഷനെ ഡിഫൈൻ ചെയ്യാൻ. ഫാസിൽ സാറിന് വലിയൊരു കൈയടി. വേറെ അറിയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഗൗരി, സർ ഉഗ്രം പാട്ടട, ഒരു നിവൃത്തിയില്ല. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്ത എല്ലാ സാധനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ. കുറേ സന്തോഷം കേട്ടോ. അതൊരു അസാധ്യ ഒരു പാട്ട്. അത് ഈ ഒരു പാട്ട് പറയുമ്പോൾ രാജാ സാറ് എല്ലാവരും പറയണം, ബിച്ചു സാറ് അതുപോലെ പാടിയേക്കുന്ന ആരാ? എന്റെ ദൈവമേ, ഇതൊരു മനുഷ്യപ്പിറവിയാണോ നമുക്ക് തോന്നിപ്പോന്ന വിധത്തിലാണ് ആ അമ്മ പാടുന്നത്. അത് ആസ്മയൊക്കെയാണ് അമ്മയ്ക്ക്. ശ്വാസമൊന്നും ഒട്ടും ഇല്ല. പാടുന്ന കണ്ടിട്ടുണ്ടോ? സ്റ്റേജില് ടിവിയിൽ കണ്ടിട്ടുണ്ട്. ചെറിയ ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് അനങ്ങില്ല. ഒറ്റ ഏത് പാടിയാലും ഒരു കുലുക്കവും ഇല്ല. ജാനകിയമ്മയാണോ പാടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. നല്ല എനിക്ക് പ്രധാനമായിട്ട് തോന്നി ശ്രുതി ഒരു പ്രധാന, അത് ഈ മൂക്കൊണ്ടാണോ ശ്രുതി പ്രോബ്ലം ആയത്? അത് ശ്രുതിയായിരുന്നു എനിക്ക് എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് ഘടകം. മനസ്സിലാവുന്നുണ്ടായിരുന്നു അനുപല്ലവിയിലൊക്കെ. അപ്പൊ തുടക്കം തന്നെ ആ ഒരു ഓപ്പണിംഗ് തന്നെ ഋഷഭമൊക്കെ വരുമ്പോൾ ചേരുന്നില്ല. അപ്പൊ അതായിരുന്നു ഒരു പ്രധാന. ബാക്കി പാട്ടൊക്കെ ഓക്കെ. അത് ആ പാട്ടിന്റെ ഒരു കോമ്പസിഷന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് അതിങ്ങനെ അങ്ങ് പോവും ആ പാട്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ 2 ചരണങ്ങളും പറ്റിയ കുഴപ്പം എന്താണെന്ന് മനസ്സിലായോ ഗൗരിക്ക്? ഫ്ലാറ്റ് ആയി പോയി. അപ്പൊ ഫ്ലാറ്റ് ആകുമ്പോൾ നമ്മൾ വലിയ നിഷാദം പാടേണ്ടതിന് പകരം ചെറിയ നിഷാദം വഴിയാണ് വരുന്നത്. അത് തെറ്റാണ്. നമുക്കൊന്ന് കൃത്യമായിട്ട് പാടിയാലോ? ഓക്കെ. അത് ഇപ്പോഴും ഒരു ചതവുണ്ട്. കാര്യം മൂക്കൊണ്ടായിരിക്കും പ്രോബ്ലം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതൊന്ന് ശരിയായിക്കൊള്ളുക. കാര്യം ഈ ഒരു കോമ്പസിഷൻ, അതേ പ്രത്യേകിച്ച് രാജാ സാറിനെ പോലുള്ള ഒരു കമ്പോസർ ചെയ്യുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവും. അപ്പം ആ നോട്ടിൽ കൂടെ തന്നെ വരുമ്പോഴേ ആ കോമ്പസിഷൻ ഒരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. കാറ്റിൽ വരും ഗീതം എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? തമിഴ് ഒന്നും മൂളാവോ സർ? പറ്റില്ല. ഞാനൊരു വണ്ടോ. കാറ്റിൽ എന്തൻ ഗീതം കാണാத ஒன்றை தேடுதே தனினேனே தரிதீனே ദാരാരരാരതീരരാരിരീ ജില്ലെன்ற സി ഷാർപ്പ് മൈനർ കോഡ്. നമ്മുടെ ആപ്പീസ് പൊട്ടിക്കും. അപ്പൊ ഇതൊക്കെ കേൾക്കുക. താരീരി നീന ദരിരി നീന ദരിനാ നീനാരി നീനാനോ നീനാ ധീരേ ധീ
കാട്ടിൽ അത് കേൾക്കണം. എന്താ ഇതൊരു അദ്ദേഹത്തിന്റെ ആ കൺസ്ട്രക്ഷന് ജാനകിയമ്മയാണ് നമ്മൾ കാര്യം ഈ സ്കെയിലിൽ അത് നമുക്ക് ആ ഡിമിനിഷ്ഡ് വരുമ്പോൾ നമുക്കത് പാടി പ്രാക്ടീസ് ചെയ്താലേ അറിയത്തുള്ളൂ. അത് ആ കാർഡ് നമ്മുടെ മനസ്സിലാവുമ്പോൾ അതിനൊരു വികാരം വേറെയാ. അത് ഓരോ രാഗങ്ങളും ഓരോ പാട്ടുകൾ. ഇപ്പൊ രാജാ സാറിന് ഞാനിത് കണക്ട് ചെയ്തോണ്ടാ ഈ പാട്ട് പറഞ്ഞത്. അസാധ്യ പാട്ടാടാ. അപ്പൊ ഓക്കെ, അത് ശരിയായിക്കോളൂ കേട്ടോ. താങ്ക് Thank യു you, സർ. sir. ചേച്ചി ഗൗരി പെണ്ണേ, പഴയകാല സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു കാണാൻ. നല്ല സുന്ദരിയായിട്ടുണ്ട്. നല്ല സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പപ്പയുടെ സ്വന്തം അപ്പൂസല്ലേ, അപ്പൊ അച്ഛന്റെ സ്വന്തം ഗൗരി എന്ന് അച്ഛൻ അവിടെ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് മോള് പാടുന്ന ഇങ്ങനെ കേട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അച്ഛനാണല്ലോ മോളെ എല്ലായിടത്തും കൊണ്ടുപോയതൊക്കെ അല്ലേ. അപ്പം ശരിക്കും ഈ ഒരു പാട്ടിനകത്ത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഒരു അമ്മ മകൾ, അതൊരു ഒരു വാത്സല്യമുണ്ട് ഈ പാട്ടിനകത്ത് ഒരുപാട്. അപ്പം എനിക്ക് എൻ്റെ ഇപ്പം മോള് പറഞ്ഞ പോലെ എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് പാട്ടുകളാണിത്. എനിക്ക് എപ്പോൾ കേട്ടാലും അത് ആര് പാടി കേട്ടാലും ഒരു സുഖമാണ്. കാരണം അതിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം ഉണ്ട്. രാജാ സാർ പറയുന്നത് പാട്ടിനകത്ത് എൻ്റെ ട്യൂണ് എല്ലാം ഉണ്ട്, അതിൽ സോൾ ഉണ്ട്, നിങ്ങളുടെ ശബ്ദം മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ ആര് പാടുമ്പോഴും ആ മ്യൂസിക് ഇസ് സോ റിച്ച്. അപ്പോൾ നമ്മൾ അതിങ്ങനെ കേട്ടിരുന്ന് പോകും. മോൾ അസലായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഈ മൂക്കിന്റെ ഒരു പ്രശ്നം, അത് സാങ്കേതിക തടസ്സം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോളത് ഉള്ളറിഞ്ഞ് ആസ്വദിച്ചിട്ടാണ് പാടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില വാക്കുകൾ നമ്മൾ പാടുമ്പോൾ അത്രയും സസ്റ്റെയിൻ കാണില്ല ആ പാട്ടിലൊക്കെ. ടൂ മച്ച് വലിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. മോൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. വോയിസ് നല്ലോണം കാത്തു സൂക്ഷിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ ഗൗരി, മാർക്സ് ചോദിക്കാം. എം ജി സർ 7.3. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക ഓക്കെ. ശരത് സർ. ഗൗരിക്കുട്ടി, സർ. ഗൗരിക്കുട്ടിക്ക് ഞാൻ 8.1. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ഗൗരിക്കുട്ടിക്ക് 8.1. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 23.5. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.